പേര് മറന്നു. എനിക്ക് എല്ലാവരുടെയും ഫീമെയിൽ സൈക്കോളജി അറിയില്ല. നമ്മുടെ ചുറ്റിനുള്ളത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ 12 മക്കളുണ്ട്. അപ്പം ഞങ്ങളെല്ലാം എൻ്റെ അമ്മ എല്ലാവരും അതെ ഞങ്ങൾ സ്നേഹിച്ചേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായോ? തമ്മിൽ സ്നേഹിച്ചു. അവർ ഹസ്ബൻഡിനോട് ക്ഷമിച്ചു, ഹസ്ബൻഡ് വൈഫിനോട് ക്ഷമിച്ചു. എല്ലാവരുടെയും സ്നേഹം കണ്ടാണ് ഞങ്ങൾ വളർന്നേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇതെല്ലാം പറയുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും അതെ അങ്ങനെയുള്ള സർക്കിളേ ഉള്ളൂ. അല്ലാത്തവരോട് ഞാൻ തിരിച്ച് പറയാറുണ്ട്. ചീറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ എനിക്കറിയാം, അവരോട് ഞാൻ പറയാറുണ്ട് ചീറ്റിങ് നല്ലതല്ല. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കണമെന്നേ പറയാറുള്ളൂ. മനസ്സിലായോ? അല്ലാണ്ട് അവനെ സ്നേഹിച്ചങ്ങ് ചീറ്റ് ചെയ്ത് കള എന്നല്ല പറയല്. അങ്ങനെയുള്ളവരുണ്ടാവാം. മനുഷ്യർ പല തരത്തിലാണ്. മനസ്സിലായോ? എന്തായാലും എൻ്റെ വീട്ടിൽ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ചെറിയമ്മയൊക്കെ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം ആവുന്നതിന് മുന്നേ ചെറിയച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ് ക്യാൻസറായിട്ട്. എന്നിട്ട് പൊന്നു പോലെ മരിക്കുന്നത് വരെയും കൊണ്ടു കിടന്നു. 10 കൊല്ലം കിടന്നു. ആ 10 കൊല്ലം ലൈഫ് വെറുതെ പോയില്ലേ ചെറിയമ്മേൻ്റെ. എന്നിട്ട് പോലും വേറൊരു കല്യാണം കഴിച്ചില്ല. അങ്ങനെ തന്നെയാണ് ഓരോന്ന്. പിന്നെ സ്നേഹിച്ച ചെക്കനെ തന്നെ കെട്ടിയതുമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ. സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് സ്കൂൾ ഫസ്റ്റായി എൻ്റെ ചേട്ടൻ അവൻ പട്ടാളത്തിൽ ആ സമയം കയറി. എല്ലാവരും ചോദിക്കും നീ എന്തിനാ കയറി ഇപ്പോൾ കയറിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേങ്കിൽ അവൻ പട്ടാളത്തിൽ ജോലി കയറി വീട് വെച്ചു. എന്നിട്ട് ചെറുപ്പത്തിൽ തന്നെ ആൾ കിട്ടി. മനസ്സിലായോ? അങ്ങനെ ആരും എന്നെ വരെ വാക്ക് കൊടുത്ത പെണ്ണിനെ ഇട്ടിട്ട് പോവുകയോ ചതിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിളും അങ്ങനെ തന്നെയാണ്. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ഫ്രണ്ട് സർക്കിൾ. അപ്പോൾ എനിക്ക് അത് വെച്ചിട്ട് അറിയാവൂ. അല്ലാത്തവരെയൊന്നും എനിക്കറിയില്ല. അല്ലാത്തവരായിട്ട് ഞാൻ കൂട്ടുകൂടാറുമില്ല. ഫേക്കായിട്ടുള്ള ആളുടെ മുഖത്ത് നോക്കി ഞാൻ പറയാറുണ്ട് ഇയാൾ ഫേക്കാണ്, ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറ്റണം. ഭയങ്കര ഹൈഡായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു എന്നോട്, നിങ്ങൾ അതും ഇത് പറയുന്നുണ്ടെന്ന് എന്തോ പറഞ്ഞു എന്നോട്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓരോരുത്തർക്ക് സെക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, പിന്നെ ഒരു ഫാമിലി എങ്ങനെ സെക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആധികാരമായിട്ട് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ചൊക്കെ തമ്മിൽ ചോദിക്കണം. ഹസ്ബൻഡും വൈഫും ആയാൽ അതിനെക്കുറിച്ച് ചോദിക്കണം. അല്ലാണ്ട് നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങളോടല്ല ഞാൻ ചോദിക്കേണ്ടത്. അത് ഭാര്യനോട് ചോദിക്കില്ല. അങ്ങനെയാണ് പൊതുവെ ആണുങ്ങൾ. പിന്നെ ഇയാൾക്ക് എവിടെന്നെങ്കിലൊക്കെ ഷോക്ക് കിട്ടിയിട്ടുണ്ടാവാം. ആ ഷോക്ക് മാറണമെങ്കിൽ ഇയാൾ പെട്ടെന്ന് തന്നെ കഴിയില്ല എന്ന് എനിക്കും അറിയാം. മെൻ്റലി ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കും കഴിയില്ല. കുറേ കാലം എടുക്കും. നമ്മൾ ഒട്ടാകെ പെണ്ണിനെ വെറുത്ത് പോവും. മനസ്സിലായോ? പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബേസിക്കലി എനിക്കും പുരുഷന്മാരെ എനിക്ക് വിശ്വാസമില്ല. എനിക്കൊരു തരി പോലും വിശ്വാസമില്ല. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ വെച്ചപ്പോഴാണ് എനിക്ക് ആൺപിള്ളേർ പാവാന്നുള്ളതും എനിക്ക് തോന്നിയത്. പെൺപിള്ളേരെക്കാളും പെൺപിള്ളേർ വിഷമാണെന്ന് മനസ്സിലായത്. നിങ്ങൾ ആണുങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അവർ വിഷമല്ല കേട്ടോ. അത് ഞാൻ പറയാം. നിങ്ങളെ